ഹലോ ഫ്രണ്ട്സ്, ഹായ്. ഇന്നത്തെ വീഡിയോ സംബന്ധിച്ച് സുവോളജി ബോട്ടണിയെ പറ്റിയാണ്. അപ്പോൾ പോകാൻ വരട്ടെ. സുവോളജി ബോട്ടണി എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രാക്ടിക്കൽ എക്സാമുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് നിസ്സാരം പോലെ കാണുന്ന രണ്ട് എക്സാംസ് ആണ് ഇത് രണ്ടെന്ന് പറയുന്നത്. പക്ഷെ വളരെ ഇമ്പോർട്ടൻറ്റും, പക്ഷെ ചെറിയ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് നമ്മൾ ചെറിയൊരു അശ്രദ്ധ കൊണ്ട് തെറ്റിപ്പോകാൻ സാധ്യതയുള്ള രണ്ട് എക്സാംസ് കൂടിയാണ് ഇതെന്ന് പറയുന്നത്. ബാക്കി ഇപ്പോൾ നമുക്ക് അറിയാം, മാത്സ്, കെമിസ്ട്രി, ഫിസിക്സ് ഒക്കെ കുറച്ചുകൂടി നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുമെങ്കിൽ ഇത് വളരെ നിസ്സാരമായിട്ട് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നിസ്സാരമായിട്ട് വിടാൻ പാടില്ല. പിന്നെ അതേപോലെ നിസ്സാരമായിട്ട് വിടുന്ന സമയത്ത് നമുക്ക് ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് തെറ്റുന്നത്, ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ തന്നെ എൻ്റെ എക്സ്പീരിയൻസ്, ഞാൻ മോഡൽ എക്സാം എനിക്ക് കഴിഞ്ഞു ഈ ബോട്ടണി സുവോളജിയും. അതായത് ഇന്ന സമയത്ത് നമുക്ക് ജാനുവരി 14 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് എല്ലാ മോഡൽ എക്സാംസും കഴിഞ്ഞിട്ടുണ്ട്. കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ്, പിന്നെ സുവോളജി, ബോട്ടണി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടിട്ട് എനിക്ക് എന്തൊക്കെയാണ് പറയേണ്ടത്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നത്, അതിനെക്കുറിച്ചൊക്കെയാണ്. അതായത് എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാനുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് തന്ന സപ്പോർട്ട് ഈ വീഡിയോയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, തരാം, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കുകയും ചെയ്യരുത്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ കൂടെ തന്നെ നിങ്ങൾക്ക് ഞാനൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി, ജിയോജിബ്ര എങ്ങനെ എടുക്കാമെന്ന്. മാത്സ് കാരുടെയാണ്. നിങ്ങൾക്കിപ്പോൾ മാത്സ് അല്ലെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, മുന്നോട്ട് വയ്ക്കാം. അപ്പം ഞാൻ ഒരു കാര്യം പറ്റേ, മാത്സിൽ നിൽക്കൊണ്ട് ജിയോജിബ്ര, മാത്സ് ഇപ്പോൾ ബയോമാത്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവും മാത്സ് ഉറപ്പായിട്ടുണ്ടാവും. അങ്ങനെ മാത്സ് ലാബ് ഉള്ളവരൊന്ന് ശ്രദ്ധിക്കുക. ജിയോജിബ്ര നിങ്ങൾക്ക് എന്താണ് മാത്സ് ലാബിൻ്റെ ഒരു പാർട്ടെന്നൊന്നും പറയാൻ പറ്റില്ല, ഫുള്ളും ജിയോജിബ്രയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് എടുക്കേണ്ടത്, ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാനൊരു വീഡിയോ എടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജിയോജിബ്ര എടുത്ത് അതെങ്ങനെ ചെയ്യുന്നു എന്നതിനെ കുറിച്ചല്ല, പകരം നിങ്ങളുടെ വീട്ടിലുള്ള സ്വന്തം ലാബ് ഉണ്ടല്ലോ, ലാബോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ഉണ്ടാവുമല്ലോ, കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ ഉണ്ടാവുമല്ലോ, അതിലെങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള വിൻഡോസിൽ എങ്ങനെ ഉബുണ്ടുവിലുള്ള ജിയോജിബ്ര എടുക്കാമെന്ന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ആ വീഡിയോ എന്ത് ചെയ്യുക, എല്ലാവരും ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ ആ വീഡിയോ കാണാനായിട്ട് ഒരിക്കലും മറന്നു പോരുത്. കാരണം അത് ഞാൻ ഒരിടത്ത് സെർച്ച് ചെയ്യാതെ സ്വന്തമായിട്ട് കണ്ടെത്തിയതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കൂടി ഇത് അറിയിക്കാമെന്ന്. ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ജിയോജിബ്ര നമുക്ക് വിൻഡോസിൽ എടുക്കാമെന്ന്. പക്ഷെ അതിൽ അവർ പറയുന്നുണ്ട് ഒരു ആപ്ലിക്കേഷനായിട്ട് ഉബുണ്ടും കൂടി ഡൗൺലോഡ് ചെയ്യണമെന്ന്. അപ്പോൾ അത് കണ്ടിട്ട് എനിക്ക് മനസ്സിലായത് എനിക്ക് ഉബുണ്ടു ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ എൻ്റെ സ്പേസ് കുറയുമെന്ന് വിചാരിച്ചിട്ടാണ് അത് എടുക്കാത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു അതിലെന്ത് ചെയ്യുക, ഒരു വീഡിയോ, അതായത് നിങ്ങൾക്ക് എന്താണ് നമ്മൾ സാധാരണ വിൻഡോസിൽ വേറെ ഒന്നും ഡൗൺലോഡ് ചെയ്യാതെ ഒരു എക്സ്ട്രാ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാതെ എങ്ങനെയാണ് നമ്മൾ നേരെ ജിയോജിബ്ര ഡൗൺലോഡ് ചെയ്യുക, അതിനെപ്പറ്റി ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഒരു വീഡിയോയിൽ സെർച്ച് ചെയ്തു. അപ്പോൾ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഇൻഫോർമേഷൻ വെച്ച് ഞാൻ എന്ത് ചെയ്തു, അത് ജിയോജിബ്ര ക്ലാസിക് 5 ഡൗൺലോഡ് ചെയ്തു. അപ്പോൾ അതെങ്ങനെ കാണിച്ചു തരാമെന്നൊരു വീഡിയോ നെക്സ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സുവോളജിയെ കുറിച്ചാണ്. അപ്പം സുവോളജി കഴിഞ്ഞിട്ട് പിന്നെ ബോട്ടണിയിലേക്ക് വരാം. സുവോളജിയിൽ നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ തന്നെ ബോട്ടണി ഉണ്ട് കേട്ടോ. പക്ഷേ സുവോളജിയിൽ നമ്മൾ മറന്നു പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ പറയാനായിട്ട് വന്നത് ലാബ് സുവോളജി കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എങ്ങനെയായിരിക്കും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഞാനിവിടെ എഴുതിയെടുത്തിട്ടുള്ളത് നമുക്ക് എങ്ങനെയായിരിക്കും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ളതാണ്. അപ്പോൾ ടോട്ടൽ ഞാൻ ഇവിടെ എഴുതിയെടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എത്രയെന്ന് നോക്കി 11 ക്വസ്റ്റ്യൻസാണ് ഞാൻ എഴുതിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് വളരെ ശ്രദ്ധിച്ച്, അതായത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണെന്ന് നമ്മൾ നോക്കിയിട്ട് എങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അവിടെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നും കൂടി പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻവേർട്ടിബ്രേറ്റയാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ എല്ലാ റോൾ നമ്പേഴ്സിനെയൊക്കെ പിടിച്ചിരുത്തും. ഒരു ക്ലാസ്സിൽ എൻ്റെ സ്കൂളിലൊക്കെ ആണെങ്കിൽ 20 പേര് വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, 2 ബാച്ചായിട്ട് ഷിഫ്റ്റ് ചെയ്ത് 3 ബാച്ചായിട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്, കുട്ടികളെ ഇരുത്തുന്നത്. ഓക്കെ, അപ്പോൾ അത് പറയാൻ പറ്റില്ല, രജിസ്റ്റർ നമ്പർ അനുസരിച്ചിട്ടെങ്കിലും. എന്നിരുന്നാലും നമുക്ക് പബ്ലിക് എക്സാമിന് ഒരു ക്ലാസ്സിൽ, അതായത് ലാബ് ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തേ ഉണ്ടാവുള്ളൂ, 20 കുട്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലാക്കാം. അതിൽ കൂടുതൽ കുട്ടികളൊന്നും എന്ത് ചെയ്യില്ല, ഉണ്ടാവില്ല. പിന്നെ സംസാരിക്കാനൊന്നും പറ്റില്ല. അവിടെ എന്തുണ്ടാവും, ഉറപ്പായിട്ട് എക്സാമിനർ അത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു എക്സാമിനർ ഉണ്ടാവും. എക്സാമിനർ ഉണ്ടാവും. ആ എക്സാമിനർ വന്നിട്ട് എന്ന് വെച്ചാൽ നമ്മളെയൊക്കെ ഒന്ന് ജസ്റ്റ് നമ്മളെപ്പോഴും നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുന്നത് വെച്ചാൽ നമ്മൾ സംസാരിക്കുന്നുണ്ടോ പറയുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ എപ്പോഴും ഒരു എക്സാമിനർ വരുന്ന സമയത്ത് അവരുടെ മുമ്പിൽ എന്താണ്, ഒരു നല്ല കുട്ടി, അതായത് നല്ല കുട്ടിയായിട്ട് ഇരിക്കുക. കാരണം എന്ന് വെച്ചാൽ ഈ എക്സാമിനർ നമ്മൾ എന്തിനാ അവരെ ഇറിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മാർക്ക് അവരെന്ത് ചെയ്യും, കുറയ്ക്കാനായിട്ട് കൂടുതൽ ശ്രമിക്കാറുണ്ട് എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് പറഞ്ഞത്. ഓക്കെ, അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ അവരും ടീച്ചേഴ്സും പറയുന്ന അവരും എന്താണ് പുറത്ത് പോയിട്ട് അങ്ങനെയാണ്. സോ എന്ത് ചെയ്യുക, നമ്മൾ അവരുടെ മുമ്പിൽ നല്ല കുട്ടികളായിട്ട് ഇരിക്കുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യമാണ്.
നമ്മൾ കൂടുതലും എന്ത് ചെയ്യുക, അവരെ ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കുക, അവരെ അടുത്ത് എന്താണ് അവർ വഴക്ക് പറയുമ്പോൾ തിരിച്ചൊന്നും പറയാതിരിക്കുക എന്നുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക, കൂടുതലും ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കുക, നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ഇൻവേർട്ടിബ്രേറ്റ് ആണ്. അപ്പോൾ ഇൻവേർട്ടിബ്രേറ്റ എന്ന ശബ്ദം എന്താണെന്ന് വെച്ചാൽ ഈ 20 കുട്ടികളുടെ കാര്യം ഞാൻ പറഞ്ഞു, അതിൽ 4 കുട്ടികളായിട്ട് എന്തെന്ന് വെച്ചാൽ അവർ സ്പ്ലിറ്റ് ചെയ്യും എന്ന് വെച്ചാൽ ഇപ്പം നമുക്കറിയാം 20-ന് 4 കുട്ടികളെന്ന് പറയുമ്പോൾ 4 കുട്ടികൾ ചോദിക്കുമ്പോൾ 5 ഗ്രൂപ്പ് വരും അല്ലേ. അങ്ങനെ 4 കുട്ടികളെ വെച്ചിട്ട് അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ അതിൽ കുറേ ഇമേജസ് അവിടെ വെച്ചിരിക്കും. അപ്പോൾ ആ ഇമേജസിൽ ഈ വേർട്ടിബ്രേറ്റ പിന്നെ സൈനോവേൽ ആയിട്ടുള്ള ജോയിൻസ്, അത് സൈനോവൽ ജോയിൻസ് എന്ന് പറയുന്നുണ്ട്. ആ ജോയിൻസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിരിക്കും, അവിടെ ഇവിടെ ആയിട്ട് വെച്ചിരിക്കും. ഞങ്ങളുടെ സ്കൂളിൻ്റെ കാര്യമാണ്. ചിലപ്പോൾ എക്സാമിനർ വന്നിട്ടുള്ളതും അതുതന്നെ നിങ്ങളുടെ ലാബിൻ്റെ ഫെസിലിറ്റി അനുസരിച്ചും സ്കൂൾ എങ്ങനെയാണ് തീരുമാനിക്കുന്നത് അനുസരിച്ചായിരിക്കും ഈ ഒരു മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഒരു കാര്യം, ഇങ്ങനെ 4 പേര് വെച്ച് പോകുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കരുത് അപ്പുറത്തുള്ള ആളുടെ ചോദിച്ച് മനസ്സിലാക്കാമെന്ന്. ഒരിക്കലും പറ്റത്തില്ല. എന്തെങ്കിലും ഒരു കാര്യം എന്ത് ചെയ്യും, അതിൻ്റെ ഇടയ്ക്ക് ടീച്ചേഴ്സ് ഉറപ്പായിട്ട് കാണും. ഓക്കെ, എന്ന് വെച്ചാൽ അവർ ചിലപ്പോൾ നിങ്ങൾ എന്താണ് ആ 4 പേരിൽ നിന്ന് ഒരാൾ ഫസ്റ്റ് എല്ലാം പോയി കണ്ടിട്ട് ഒരാൾ ഫസ്റ്റ് പോയി എല്ലാം എഴുതിയിട്ട് വന്നിരിക്കാൻ പറയും. എന്നിട്ട് 2ാമത്തെ കുട്ടി, 3ാമത്തെ കുട്ടി, 4ാമത്തെ കുട്ടി, ഈ 4 പേര് കഴിഞ്ഞിട്ട് അടുത്ത ഗ്രൂപ്പ് വിളിക്കും. സോ അങ്ങനെയൊന്നും വിചാരിക്കരുത്. എപ്പോഴും നിങ്ങൾ എന്നാൽ കൂടുതൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് എന്താണ്, വേഴ്സ്റ്റാണ്. അപ്പോൾ വേഴ്സ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റും. അത് വലിയൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇൻവേർട്ടിബ്രേറ്റ് സമയത്ത് ഇനി ക്വസ്റ്റ്യൻ എങ്ങനെയാണ് എഴുതേണ്ടതിലേക്ക് നടക്കാം. അപ്പോൾ ഇത്രയാണ് ലാബിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇൻവേർട്ടിബ്രേറ്റിൻ്റെ കാര്യം പറയുന്ന സമയത്ത് നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ, എനിക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ തെറ്റിയിട്ട് ഞാൻ സത്യത്തിൽ ഇതിലെ ടീച്ചറെ ഞങ്ങളുടെ മോഡൽ എക്സാംസ് ആയതുകൊണ്ട് ടീച്ചർ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് മാറ്റി. ഇവിടെ നമുക്ക് എഴുതിയിട്ടുള്ളത് ഐഡൻറ്റിഫൈ ക്യാരക്ടർ എക്കോണമിക് ആൻഡ് ഓർ അഡാപ്റ്റേഷൻ എന്നാണ്. ഇത് എക്കോണമിക് ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ, ഞാൻ എക്കോണമിക് എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ടീച്ചർ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മോഡൽ എക്സാമിന് ക്യാരക്ടർ മാത്രമേ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിക്കാതെ എന്തെന്ന് വെച്ചാൽ എക്കോണമിക് ഇമ്പോർട്ടൻസ് എഴുതി വെച്ചു. ഓക്കെ, അങ്ങനെ ചെറിയ എനിക്കൊരു അബദ്ധം പറ്റി. അങ്ങനെ ടീച്ചർ എൻ്റെ മാർക്കും കുറയ്ക്കുകയും ചെയ്ത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ ക്വസ്റ്റ്യൻസ് എപ്പോഴും ഇങ്ങനത്തെ രീതിയിൽ തന്നെ വരണമെന്നില്ല. ഇപ്പോൾ മോഡൽ എക്സാം പറഞ്ഞാൽ പബ്ലിക് എക്സാമിന് മാറ്റം വന്നു കഴിഞ്ഞാൽ നമ്മളത് ശ്രദ്ധിക്കാനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ അത് വലിയൊരു മിസ്റ്റേക്കായി മാറും. നല്ലൊരു സ്കോപ്പ് പോവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ശ്രദ്ധിച്ചെഴുതാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇൻവേർട്ടിബ്രേറ്റ് എന്ന് വെച്ചാൽ ഫസ്റ്റ് അവിടെ വെച്ചിരിക്കും, അത് പോയി കാണാം. നിങ്ങൾ എന്ത് ചെയ്യുക, ടീച്ചർ പറയും ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം പേര് എഴുതിക്കൊണ്ട് വരാനായിട്ട് പറയും. പേര് എഴുതിക്കൊണ്ട് വന്ന് ടീച്ചറിനെ കാണിക്കുക. ടീച്ചറിൻ്റെ അടുത്ത് കാണിച്ച ശേഷം എന്ത് ചെയ്യുക, ക്യാരക്ടർ എക്കോണമിക് അഡാപ്റ്റേഷനൊക്കെ എഴുതി കൊടുക്കുക. അപ്പോൾ നിങ്ങളെന്താണ് ഞാൻ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ ഓടിപ്പോയി ഇൻവേർട്ടിബ്രേറ്റ് മാത്രം കണ്ടിട്ട് അത് എഴുതിക്കൊണ്ട് വന്ന് ടീച്ചറിനെ കാണിക്കരുത്. ടീച്ചർ അവിടെ കുറേ സംഭവങ്ങൾ വെച്ചിരിക്കും. അതിലൊന്നാണ് വേർട്ടിബ്രേറ്റ്, അതേപോലെ തന്നെ സൈനോവിയൽ ജോയിൻറ്റ്, പിന്നെ അതേപോലെ തന്നെ ഈ അതായത് പിന്നെ മോഡൽസ് വെച്ചേക്കും. ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ വെച്ചേക്കും. അതിൻ്റെയൊക്കെ പേര് എഴുതിയിട്ടേ ടീച്ചർ എന്ത് ചെയ്യാൻ പറ്റും, എഴുതാനായിട്ട് പറയുള്ളൂ. ക്യാരക്ടർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എഴുതാനായിട്ട് പിന്നീട് പറയത്തുള്ളൂ. ഫസ്റ്റ് നിങ്ങളെന്ന് വെച്ചാൽ അത് ഐഡൻറ്റിഫൈ ചെയ്ത് ഓരോ ക്വസ്റ്റ്യന് നേരെ എഴുതണം. ക്വസ്റ്റ്യൻ നമ്പർ വെച്ചിട്ട് അതിൻ്റെ നേരെ എഴുതണം. എന്നിട്ട് അതിൻ്റെ ഇടയിൽ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ എക്കോണമിക് അഡാപ്റ്റേഷനൊക്കെ എഴുതാനായിട്ട് സ്പേസ് വിട്ടിരിക്കണം. ഈ ക്യാരക്ടർ അതുപോലെ തന്നെ എക്കോണമിക് ഇമ്പോർട്ടൻസ് അഡാപ്റ്റേഷൻ ഒന്നും ഒരുമിച്ച് ചോദിക്കത്തില്ല, ഏതെങ്കിലും ഒന്നേ ചോദിക്കത്തുള്ളൂ എന്നാണ് ടീച്ചറിനും പറഞ്ഞത്. അപ്പോൾ മനസ്സിലാക്കുക വെച്ചാൽ വേർട്ടിബ്രേറ്റ് നോക്കുക, പിന്നെ സൈനോവൽ ജോയിൻസ് എടുക്കുക. അപ്പോൾ ഇത് രണ്ടും ഒരേപോലെയാണ്. കാരണം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ക്യാരക്ടർ എക്കോണമി അഡാപ്റ്റേഷൻ ഇതിലൊന്ന് എഴുതുക. സൈനോവൽ ജോയിൻസിൻ്റെ കേസ് എടുക്കുന്ന സമയത്ത് അവിടെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം, എന്നിട്ട് അതിൻ്റെ ഫങ്ഷൻസ് ചെയ്യണം, പിന്നെ പെക്യുലാരിറ്റി എഴുതണം. ഓക്കെ, അതെന്ന് വെച്ചാൽ ഫസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോയിൻറ്റ് കാണിക്കും, എന്നിട്ട് അതിൻ്റെ പെക്യുലാരിറ്റി എഴുതാനായിട്ട് ചോദിക്കും. പിന്നെ അതിൻ്റെ പെക്യുലാരിറ്റി എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ്, ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്, ആ സമയത്ത് സ്വയിങ് ആൻഡ് റൊട്ടേറ്റിംഗ് മൂവ്മെൻ്റ് ആണ്. അപ്പോൾ അതൊരു ഫങ്ഷനാണ്, അതിൻ്റെ പെക്യുലാരിറ്റി ആണ്. ഓക്കെ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. പിന്നെ അടുത്ത സമയത്ത് മോഡൽസാണ്. മോഡൽസ് ഞങ്ങൾക്കിപ്പം സ്കൂളിലൊക്കെ ആണെങ്കിൽ ലങ്സിൻ്റെ മോഡലൊന്നും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ലങ്സ് ഇല്ല. പിന്നെ ഇയർ ഉണ്ട്, പക്ഷേ ഇയർ നമുക്ക് ചെയ്യേണ്ടതാണ് ടീച്ചർ പറഞ്ഞത്. പിന്നെ ഐയും വേണ്ടെന്ന് പറഞ്ഞു, ബാക്കിയെല്ലാം പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ എന്ത് വെച്ചാൽ നിങ്ങൾക്ക് ബ്രെയിനും ഇയറൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയത്തില്ല, അതിൻ്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു പാർട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും. അപ്പോൾ അങ്ങനെ ഏത് പാർട്ടാണ് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ എന്ത് വെച്ചാൽ എല്ലാ പാർട്ടും പഠിച്ച് അതിൻ്റെ ഫങ്ഷൻസ് ഫിസിയോളജിക്കലായിട്ട് ഫങ്ഷനും കൂടി പഠിച്ച് വെച്ചേക്കാം, ഉറപ്പായിട്ട് പഠിക്കണം. കാരണം നമ്മൾ പിന്നെ അതേപോലെ പാട്ട് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എന്താ വെച്ചാൽ പാർട്ട് ഓക്കെ അതിൻ്റെ ഭാഗം പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആ പാട്ട് നല്ല വൃത്തിക്ക് പഠിച്ച് വെച്ചേക്കുക. കാരണം എന്ന് വെച്ചാൽ അത്
ഈ നമ്മളെന്ന് വെച്ചാൽ സത്യത്തിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും ബന്ധപ്പെടുത്തി പഠിക്കുക. ഇപ്പോൾ റൈറ്റ് എട്രി, ഹാർട്ടിൽ ഒരു ഭാഗമാണ് റൈറ്റ് എട്രി. അപ്പോൾ അതെവിടെയാണ് വരുന്നതെന്ന് മനസ്സിലാവുമല്ലോ നിങ്ങൾക്ക്. അതായത് നമുക്ക് ആ റൈറ്റ് എട്രിയത്തിന് അപ്പുറത്ത് ലെഫ്റ്റ് എട്രി ഉണ്ടാവും, അതിൻ്റെ താഴെ ലെഫ്റ്റ് വെൻട്രിക്കിൾ ഉണ്ടാവും. ഈ റൈറ്റ് എട്രിയത്തിൻ്റെ താഴെ റൈറ്റ് വെൻട്രിക്കിളാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, അത് നിങ്ങൾക്ക് അത് പറയേണ്ട ആവശ്യമില്ല, കാരണം അത് നിങ്ങൾക്ക് ഓക്കെയാണ്. ഇനി അതിന് ചുറ്റിപ്പറ്റി വരുന്ന ഈ അതിൻ്റെ ചുറ്റിപ്പറ്റി വരുന്ന വെയിൻസ്, ആർട്ടറി, അതൊക്കെ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും എപ്പോഴും അവിടെ വരുന്ന മോഡൽസ് ഒക്കെ കാണുമ്പോൾ. കാരണം നമ്മൾ പഠിച്ചത് ഒരു പേപ്പർ നോക്കിയിട്ടാണെങ്കിൽ അവിടെ നമുക്ക് തന്നതുപോലെയല്ല ഒരു മോഡൽ കാണുമ്പോൾ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക മനസ്സിലാക്കേണ്ടത് അതിനടുത്തുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ചുറ്റിപ്പറ്റി, അതായത് എന്ന് വെച്ചാൽ അതിനടുത്തുള്ളതും കൂടി ലിങ്ക് ചെയ്ത് പഠിക്കുക. കാരണം വെച്ചാൽ മോഡൽ കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ മറന്നു പോവും ഏത് പാർട്ടാണെന്ന്, ചിലപ്പോൾ പേര് കിട്ടാത്തൊരവസ്ഥയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നോക്കാം. പിന്നെ അടുത്ത ടിഷ്യൂസാണ്. ടിഷ്യൂസസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ നമുക്ക് കാണാം സ്കെച്ച് ആൻഡ് ലേബിൾ 2 പാർട്സ് എന്ന് പറഞ്ഞിട്ട്. ഇതൊരു സംഭവമാണ്. ഈ ടിഷ്യൂസ് എന്ന് പറയുമ്പോൾ കാർഡിയക് മസിൽസിൻ്റെ ഉണ്ട്, സ്ട്രയേറ്റഡ് ഉണ്ട്, നോൺ സ്ട്രയേറ്റഡ് ഉണ്ട്. അപ്പോൾ എനിക്ക് സ്കൂളിൽ കാണിച്ച സമയത്ത് കാർഡിയക് എന്നാണ് തോന്നിയത്, പക്ഷേ സത്യത്തിൽ സ്ട്രയേറ്റഡ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ പറയുന്നത് ഭയങ്കര സംഭവമാണ്. കാരണം നമുക്ക് ഒറ്റയടിക്ക് 2 മാർക്ക് പോകും. നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ സ്കെച്ച് ചെയ്ത് ലേബൽ ചെയ്യുന്നത് തെറ്റിപ്പോവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പിന്നീട് ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് അത് സ്ട്രയേഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾ നോക്കാൻ പറയുന്ന സമയത്ത് എന്ന് വെച്ചാൽ നന്നായിട്ട് നല്ല ഇരുത്തി നോക്കുക. നിങ്ങൾ സമയം എവിടെയും പോകുന്നില്ല, അവിടെ നമ്മൾ നന്നായിട്ട് ഇരുന്ന് കുറച്ചേരം ശ്രദ്ധിക്കുക. സ്ട്രയേഷൻസ് ഉണ്ടോ, നോൺ സ്ട്രൈറ്റഡ് ആണോ, ഇനി കാർഡിയാക്കിൽ കാണുന്ന പോലെ കുറച്ച് വലിഞ്ഞിട്ടൊക്കെ ആണോ കാണുന്നത് എന്നതൊക്കെ ഒന്ന് നോക്കാം. സ്പേസ് ഉണ്ടോ ഇടയിൽ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ടിപ്സൊക്കെ വെച്ച് നോക്കുക. പിന്നെ നിങ്ങളെന്ന് വെച്ചാൽ മെയിനായിട്ട് പറയാനുള്ളത്, നിങ്ങളുടെ സ്കൂളിൽ അവൈലബിൾ ആയിട്ടുള്ള സ്ലൈഡ് ഒന്ന് കണ്ടിരിക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം വെച്ചാൽ ആ സ്ലൈഡാണ് നമുക്ക് നമുക്ക് സ്കൂളിൽ ഈ എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ സ്ലൈഡ് കണ്ടു കഴിഞ്ഞാൽ മാക്സിമം ഒരു 80% ഓക്കെ. പിന്നെ എനിക്ക് അവിടെ തെറ്റാനായിട്ട് സാധ്യത വളരെ കുറവാണ്. അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ സമയത്ത് നിങ്ങൾക്ക് വേറെ കണ്ടൊന്നും മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്താണ്, ഒന്നെങ്കിൽ വിസറ ഓഫ് ഫ്രോഗ് വരയ്ക്കണം, അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം ഓഫ് കോക്രോച്ച് വരയ്ക്കണം. ഞങ്ങൾക്ക് സ്കൂളിൽ വിസറ ഓഫ് ഫ്രോഗാണ് എന്ത് ചെയ്തത് പറഞ്ഞത്. പിന്നെ അതിൻ്റെ എഴുതിയതിന് ശേഷം എന്ന് വെച്ചാൽ 4 പാർട്സ് ലേബൽ ചെയ്യണം. നമുക്ക് സത്യത്തിൽ മോഡൽ എക്സാമിന് ചോദിച്ച സമയത്ത് ടീച്ചർ അവിടുത്തെ 4 പാർട്സ്, ടീച്ചർ പറയുന്ന 4 പാർട്സ് ലേബൽ ചെയ്യാനാണ് പറഞ്ഞത്. സോ അത് കുറച്ചുകൂടി ടഫായിരുന്നു. അപ്പം നമുക്ക് എന്താണ് നമ്മളിപ്പം 4 പാർട്സ് ഏതെങ്കിലും 4 പാർട്സ് ലേബൽ ചെയ്താൽ പോരെ എന്ന് പറഞ്ഞിട്ടാണ് ഈ പോകുന്നത്. പക്ഷേ ടീച്ചർ പറയുന്ന ലേബൽ ചെയ്യണമെന്ന് പറയുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യാം, നമ്മൾ കുറച്ച് പെടാപ്പാട് പെടും. ഓക്കെ, അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. കാരണം ഇതുപോലെ തന്നെ പബ്ലിക് എക്സാമിന് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെടാപ്പാട് പെടും. അപ്പോൾ അതുകൊണ്ട് എല്ലാ പാർട്സും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, മാറി വരുന്നുണ്ട് തന്നെ ശ്രദ്ധിച്ച് വന്ന് വളരെ നന്നായിരിക്കും. അടുത്ത ടെസ്റ്റാണ്, അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ടെസ്റ്റ് ഫോർ ഗ്ലൂക്കോസ് ആൻഡ് സ്റ്റാർച്ച് ആൻഡ് പ്രോട്ടീൻസ്. പ്രത്യേകിച്ച് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ 2 ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ ആഡ് ചെയ്യുന്നത്. 2 ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഗ്ലൂക്കോസ് ഏതിലാണ് പ്രസൻറ്റ്, ഏതിലാണ് യൂറിൻ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് വന്നിട്ട് ചോദിക്കും. ഡയബറ്റിക് പേഷ്യൻറ്റിൻ്റെ കേസിൽ ചോദിക്കും, ഗ്ലൂക്കോസിൻ്റെ ആണെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻ നമ്മുടെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാം. യൂട്യൂബിനെക്കാട്ടി ഇൻസ്റ്റയിലെടുത്ത് നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി സ്ക്രീനിൽ നമുക്ക് എന്താണ് കുറച്ച് സ്പേസും കൂടി കിട്ടും നിങ്ങൾക്ക് നന്നായിട്ട് നോക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്യുക. മാജിക് മാമൻ _126 ആണ്. ഓക്കെ, അത് നിങ്ങൾ ജസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ എടുത്ത് നോക്കാം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു പോകാം. അപ്പോൾ നമുക്ക് ഗ്ലൂക്കോസ് എടുക്കാം. ഗ്ലൂക്കോസ് സമയത്തെന്ന് വെച്ചാൽ സാമ്പിൾ എ സാമ്പിൾ ബി തന്നിരിക്കും. നിങ്ങൾ ടെസ്റ്റ് ട്യൂബിലേക്ക് മാറ്റുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സാമ്പിൾ എ സാമ്പിൾ ബി ടെസ്റ്റ് ട്യൂബിലേക്ക് മാറ്റുന്ന സമയത്ത് ഏത് ടെസ്റ്റ് ട്യൂബിനാണ് സാമ്പിൾ എ എടുത്തത്, ഏത് ടെസ്റ്റ് ട്യൂബിലാണ് സാമ്പിൾ ബി എടുത്തത് എന്ന് മനസ്സിലാക്കാൻ മറന്നു പോവുകയേ ചെയ്യരുത്. പോയി കഴിഞ്ഞാൽ തീർന്നു. ഓക്കെ, അതുകൊണ്ട് അത് തിരിഞ്ഞു പോകരുത്. പിന്നെ മാറിപ്പോയി സാമ്പിൾ എയിലായതുകൊണ്ടായി സാമ്പിൾ ബി എഴുതി കഴിഞ്ഞാൽ ഇവിടെ മാർക്ക് പോവും. ഓക്കെ, 1 1/2 മാർക്കോ കുറയ്ക്കും അവിടെ. ഓക്കെ, പിന്നെ പ്രൊസീജിയർ എഴുതുന്ന സമയത്ത് നിങ്ങൾ ടാബുലർ കോളം വരച്ചിട്ട് അതിൻ്റെ ഇടയിൽ പ്രൊസീജിയർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അതിന് എന്താണ്, അത് ഞങ്ങൾക്ക് ഇതിനൊരു ഫോർമാറ്റ് തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് പഠിച്ച് എഴുതേണ്ടതെന്ന്. അതൊക്കെ വേണമെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല വീഡിയോയിൽ, അതാണ് ഇൻക്ലൂഡ് ചെയ്യാത്തത്. അപ്പോൾ ആവശ്യമുള്ളവർ ചോദിച്ചു കഴിഞ്ഞാൽ അത് സെപ്പറേറ്റ് ഒരു വീഡിയോ വെച്ച് ഇടാം. അത് മനസ്സിലാക്കുക. അപ്പോൾ എന്ന് വെച്ചാൽ അതിൽ പ്രൊസീജിയർ എഴുതേണ്ട ഒരു രീതിയുണ്ട്. ടാബുലർ വരച്ച ശേഷം എക്സ്പെരിമെൻറ്റ്, പ്രൊസീജിയർ, ഇൻ്റർഫറൻസ് പിന്നെ എന്താണ് ഒബ്സർവേഷൻ,
അങ്ങനെ വന്നിട്ട് എഴുതണം. ഓക്കെ, ലാസ്റ്റ് നമ്മൾ റിസൾട്ട് കൂടി എടുത്ത് എഴുതേണ്ടത് അത്യാവശ്യമാണ്. റിസൾട്ട് എഴുതുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രസൻസ് ഉണ്ടോ ഇല്ലയെന്ന് എഴുതേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ ഏതിൽ പ്രസൻസ് ഉണ്ട് എന്നുള്ളത് എഴുതിയാൽ മതി. എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ സാമ്പിൾ ബിയിൽ സംഭവം ഉണ്ടെന്ന് വിചാരിച്ചു. ഇപ്പം ഗ്ലൂക്കോസ് ഉണ്ട് സാമ്പിൾ ബിയിൽ, അങ്ങനെയാണെങ്കിൽ ഗ്ലൂക്കോസ് ഈസ് പ്രസൻറ്റ് ഇൻ സാമ്പിൾ ബി എന്ന് എഴുതിയാൽ മതി. അല്ലാതെ നമ്മൾ മറ്റ് സാമ്പിൾ എയിൽ പ്രസൻസ് ഇല്ല എന്നെടുത്ത് എഴുതേണ്ട ആവശ്യമില്ല റിസൾട്ടിൻ്റെ ഭാഗത്ത്. ഓക്കെ ആണോ? അടുത്ത ബ്ലഡ് സ്മിയർ ഈസിയാണ്. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫിംഗർ ഇങ്ങനെ ഈ ഒരു അത് തമ്പിൻ്റെ ബാലൻസിൻ്റെ സപ്പോർട്ടിൽ വെച്ച ശേഷം ജസ്റ്റ് ഒന്ന് പ്രിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, രക്തം എടുത്ത് നോക്കുക. അത് ഈസിയാണ്, നിങ്ങൾക്കറിയാം. അതിൽ പ്രത്യേകിച്ച് എനിക്ക് എന്താണ് വേറെ തെറ്റിക്കുന്ന രീതിയിലൊന്നും തോന്നിയിട്ടില്ല. വളരെ എളുപ്പമായിരുന്നു സംഭവമൊക്കെ. സ്ലൈഡൊക്കെ ജസ്റ്റ് ഒന്ന് എടുക്കണം. പിന്നെ നമ്മൾ പിന്നെ അവർ കാണിച്ച ഒരു ഓവർ സ്റ്റെയിൻ ആവാതെയൊക്കെ നോക്കുക. അതൊക്കെയാണ് അവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ സമയത്ത് നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ സമയത്ത് 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് സമയത്ത് എംബ്രോളജി സ്ലൈഡാണ്. ഈ എംബ്രോളജി സ്ലൈഡ് സമയത്ത് നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ച് നോക്കിയില്ലെങ്കിൽ നിങ്ങൾ ഓവറിന് ടെസ്റ്റിസ് എന്ന് എഴുതാൻ സാധ്യതയുണ്ട്. കാരണം എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്. ഞാനാണെങ്കിൽ എഴുതാൻ പോയി അങ്ങനെ ഓവറിയാണ് കാണിച്ചത്. പക്ഷേ ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഞാൻ ടെസ്റ്റിസ് എന്ന് എഴുതാൻ പോയി. പക്ഷേ ഭാഗ്യത്തിന് കുറച്ച് ടീച്ചർ പറയുന്നതിനൊക്കെ മുമ്പ് എനിക്കെന്തോ ബാക്കിയുള്ളവർ സംസാരിക്കുന്നത് കേട്ടിട്ട് ഓവറിയാണോ ടെസ്റ്റിസ് ആണെന്ന് അല്ല എന്ന് തോന്നിയിട്ട് ഞാൻ ഒന്നും കൂടി നോക്കി. അപ്പോഴാണ് എനിക്ക് എന്ത് ചെയ്തത് മനസ്സിലായത്. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ടെസ്റ്റിസ് അല്ല ഓവറിയാണ് എന്ന് മനസ്സിലാക്കിയ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ അവിടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി, അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റി. അതുകൊണ്ടാണ് എനിക്ക് എന്ത് ചെയ്തത് ഇതിൻ്റെ മാർക്ക് കിട്ടിയത്. ബാക്കി ഞാൻ പറഞ്ഞല്ലോ ചെറിയ ചെറിയ മിസ്റ്റേക്സ് എങ്ങനെയാണ് തിരുത്തേണ്ടതെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണം. കാരണം സ്റ്റെയിനൊക്കെ ചെയ്തിരിക്കുന്നുണ്ട്, ഓവറിയാണോ ടെസ്റ്റിസ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് നീ മാറിപ്പോകാം. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കാൻ മറക്കല്ല. പാത്തജൻസ് ഈസിയാണ് സംഭവം. കാരണം ഐഡൻറ്റിഫൈ ചെയ്യണം, ഡിസീസ് എഴുതണം, സിംറ്റംസ് എഴുതണം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം സിംറ്റംസ് മറന്നു പോകരുത് എന്നുള്ളതാണ്. ഡിസീസ് ചിലപ്പോൾ പേര് കിട്ടാം, പക്ഷെ സിംറ്റംസ് മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചേക്കാം. പിന്നെ ഹോമോലോഗസ് അനലോഗസ് ഓർഗൻസ് ആണ് നമ്മൾ പഠിക്കുന്നതാണ്. എവല്യൂഷൻ്റെ ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് അത് എഴുതുക, അത് ഐഡൻറ്റിഫൈ ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ തരും എന്ന് വെച്ചാൽ ചീറ്റ, മാൻ, മറ്റേ ബ്ലൂ വെയിൽ, ആ ഒരു പിക്ചറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തന്നിട്ട് അത് ഹോമോലോഗസ് ആണോ അനലോഗസ് ആണോ ചോദിക്കും. പിന്നെ നിങ്ങൾക്ക് വിങ്സ് ഓഫ് ബട്ടർഫ്ലൈ ബേർഡ്സ് ഒക്കെ കാണിച്ചിട്ട് അത് ഹോമോലോഗസ് അനലോഗസ് ആണോ എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് അതിൻ്റെ എവല്യൂഷനെ ഇമ്പോർട്ടൻസി എഴുതാൻ പറയും. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ. അതും കൂടി എഴുതി കഴിഞ്ഞാൽ സുവോളജി സെറ്റായി. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സുവോളജിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വെറുതെ എന്ന് പറഞ്ഞിട്ട് വിട്ട് കളയുന്നതാണ്. പക്ഷേ ആ വെറുതെ എന്ന് പറഞ്ഞ് വിട്ട് കളയുന്ന സംഭവങ്ങളൊക്കെ എന്താണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്നത്. നമ്മൾ എക്സാമിന് മാർക്ക് കുറയുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ഇപ്പോൾ മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ നമുക്കെന്താണ് എക്സാമിന് ഒരു പേടിയും കൂടാതെ സ്കോർ ചെയ്യാൻ പറ്റുക. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ചിങ്ങനെ പറയുന്നത്. ഓക്കെ, പിന്നെ ഞാൻ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എക്സ്ട്രാ നോട്ട്സൊക്കെ ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഞാനിവിടെ എഴുതി വെച്ചിട്ടുള്ള കുറച്ച് എക്സ്പെരിമെൻ്റൊക്കെ തെറ്റാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് കാണിക്കാത്തത്. കുറച്ച് സ്റ്റെയിൻസ് ഒക്കെ ഞാൻ മാറ്റി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ കേട്ടത് വെച്ചൊക്കെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഇത് കാണിക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇഫ് യു നീഡഡ് ഞാൻ എന്ത് ചെയ്യുക മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഞാൻ വെച്ചാൽ മെസ്സേജ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം സെപ്പറേറ്റ് ഒരു വീഡിയോ അത് നിങ്ങൾക്ക് സ്ലൈഡ്സ്, അത് ബോട്ടണിൻ്റെ സ്ലൈഡ്സ് കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ എടുക്കാം. അത് ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷെ അതിൽ കൂടുതൽ റിക്വസ്റ്റ് ഇല്ല. സോ അതുകൊണ്ട് അത്രയും ആവശ്യമില്ലെന്ന് തോന്നുന്നു. ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ സുവോളജിയിലെ സ്ലൈഡ്സ് അല്ല, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഹോമോലോഗസ്, അതിൻ്റെയൊക്കെ ടീച്ചർ ഒരു കാര്യം സെൻഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന്. അതിന് പ്രൊസീജിയേഴ്സ് അതിന് ഇവിടെയല്ല, ഞാൻ പറഞ്ഞത് മാറിപ്പോയി. നമ്മളിവിടെ ഇത് പറഞ്ഞല്ലോ എക്സ്പെരിമെൻറ്റിൽ ഞാൻ പറഞ്ഞല്ലോ എക്സ്പെരിമെൻറ്റിൽ പ്രൊസീജിയർ എഴുതുന്ന കാര്യം. അവിടെ നമുക്ക് ടീച്ചേഴ്സ് ഇത് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഫുള്ളും സെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാൻ അറിയാം ജീവിതം. പക്ഷേ ഇവിടെ വരുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അത് വേണ്ട രീതിയിൽ എഴുതിയിട്ടില്ലെങ്കിൽ എന്തെങ്കില്ല കിട്ടത്തില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതാണ് നിങ്ങൾ മനസ്സിലാക്കുക പ്രൊസീജിയറിൻ്റെ കേസ്, പിന്നെ റിസൾട്ട്. ഓക്കെ ആണോ? അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ബോട്ടണിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഇടാമെന്നാണ്. കാരണം സത്യത്തിൽ ഞാൻ ഏതൊരു വീഡിയോ എടുത്താലും നല്ല ലോങ് ആവാറുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ 20 മിനിറ്റോളം ആകാറായിട്ടുണ്ട്. 2 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ 20 മിനിറ്റ് ആകും. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ യൂട്യൂബിൽ കയറ്റാനായിട്ട് കുറച്ച് പാടാണ് നമ്മുടെ ചാനലിൽ. അപ്പോൾ ചാനൽ കൂടുതൽ സപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എന്താണ് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുമ്പോൾ അത് നമുക്ക് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് ഞങ്ങളെ മാജിക് മാമിൻ്റെ പുതിയൊരു ചാനൽ നമ്മൾ ഇൻസ്റ്റയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ 0 ഫോളോവേഴ്സാണ് ഇപ്പോൾ. ഞങ്ങൾ ജസ്റ്റ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം എന്തിനാലും താങ്ക് യു. അടുത്തൊരു വീഡിയോ ബോട്ടണി പറയാം കേട്ടോ. കാരണം ഇത് കുറച്ച് ലോങ് ആയതുകൊണ്ട് നമുക്ക് ഞാൻ ബോട്ടണി ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് എടുത്താലേ സാധിക്കത്തുള്ളൂ. ബൈ, താങ്ക് യു.